ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞിരുന്നു ഉടനെ തന്നെ നമ്മൾ SCRT ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. സോ ഇന്ന് മുതൽ നമ്മൾ SCRT ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് SCRT ക്ലാസ് കിട്ടുന്നതാണ്. നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളിൽ പല ആളുകൾക്കും SCRT ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ജോലി തിരക്കുകളും മറ്റും കാര്യങ്ങളും ഉള്ളത് കാരണം ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു PDF ഓപ്പൺ ചെയ്ത് വായിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം ക്ലാസ്സുകൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ SCRT പാഠഭാഗം വായിച്ചിരിക്കുക എന്നുള്ളത് ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ആമുഖമായിട്ട് മറ്റൊന്നും പറയാതെ ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കേരള ഹിസ്റ്ററിയാണ്, നമ്മുടെ സിലബസ് പ്രകാരമുള്ള കേരള ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് 7ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠഭാഗത്താണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. നവകേരള സൃഷ്ടിക്കായി എന്നാണ് പാഠത്തിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് തന്നെ നമുക്കൊരു കവിത കാണാൻ കഴിയും. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ, എട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ഇത് പ്രശസ്തമായിട്ടുള്ളൊരു കവിതയാണ്. മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വരികൾ കണ്ടാൽ ഓർക്കുക, ഇത് കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വരികളാണ്. അപ്പോൾ കേരളത്തിൽ പല തരത്തിലുള്ള ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിന്റ് ഇട്ട് ജാതി വിവേചനം, ശൈശവ വിവാഹം, ദെൻ തൊട്ടുകൂടായ്മ, അങ്ങനെ പലതരത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രശ്നം, സതി, അതേപോലെ വിധവ വിവാഹ നിരോധനം, പുനർവിവാഹ നിരോധനം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അനേകം സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങി പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. കൂടാതെ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല. ഇത്തരം സാമൂഹിക അവസ്ഥ നിലനിന്നിരുന്നത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പോൾ ഇത് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? പണ്ട് മുതൽക്കേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്നു, പ്രത്യേകിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. ദെൻ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും നിലനിന്നിരുന്ന ദുരാചാരങ്ങളെയും അവയ്ക്കെതിരെ രൂപം കൊണ്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. സോ നമ്മളത് ചർച്ച ചെയ്യും. നമ്മളത് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പാഠഭാഗങ്ങൾ പറയാത്തത്. തൊട്ടടുത്ത് തന്നെ അത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ ദേശീയാടിസ്ഥാനത്തിൽ ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വന്ന അതേ സമയത്തിൽ തന്നെ കേരളത്തിലും നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അത്തരം മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് അയിത്തത്തിനെതിരെ കിണറുകൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ നമ്മുടെ കേരളത്തിലെ ആദ്യകാല നവോത്ഥാന നായകന്മാരിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമി. കന്യാകുമാരിയിലെ ശാസ്താം കോയിലിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയാണെന്ന് ഓർക്കുക, കന്യാകുമാരിയിലെ ശാസ്താം കോയിലിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്നും വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠ സ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു രീതിയായിരുന്നു അയിത്തത്തിനെതിരെയുള്ള കിണറുകൾ. അന്ന് പൊതു കിണറുകൾ എന്നുള്ളത്
സവർണർ എന്ന് കുത്തപ്പെട്ട ഉന്നത കുലത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. താഴ്ന്നവർ എന്ന് അന്ന് സമൂഹം കണക്കാക്കിയിരുന്ന ആളുകൾക്ക് അത്തരം കിണറുകളിൽ നിന്നും വെള്ളം എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു നവോത്ഥാന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്ക്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അപ്പോൾ സമപന്തി ഭോജനം ആരുടേതാണ് എന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ്. ഇനി പലതരത്തിലുള്ള ഭോജനം നമ്മൾ പറയും, മിശ്രഭോജനവും അതേപോലുള്ള പലതരത്തിലുള്ള ഭോജനങ്ങൾ നമ്മൾ പറയും. അപ്പോൾ സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളുടേതാണ്. ഇതിന് പുറമെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. എല്ലാവരെയും സമന്മാരായി കാണാനായിരുന്നു വൈകുണ്ഠ സ്വാമിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് സമപന്തി ഭോജനം, സമത്വ സമാജം തുടങ്ങിയ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് വന്നത്. അങ്ങനെ ഓർക്കുക. ദെൻ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. അപ്പോൾ ഈ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത് വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ നേരിട്ട് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടാകില്ല. ആ ഒരു ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയത് വൈകുണ്ഠ സ്വാമിയുടെ പ്രവർത്തനങ്ങളാണ്. വേല ചെയ്താൽ കൂലി വേണം, ഇമ്പോർട്ടൻ്റ് ആണ് ആ കോട്ട്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോട് ഉള്ള എതിർപ്പ് വെൺ നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇതെല്ലാം PYQ ആണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ പ്രസ്താവനയാണ്? വൈകുണ്ഠ സ്വാമികൾ. വെൺ നീച ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വെൺ നീച ഭരണം അഥവാ വൈറ്റ് ഡെവിൾസ് എന്നൊക്കെ ബ്രിട്ടീഷുകാരെ വിശേഷിപ്പിച്ചത് അദ്ദേഹമാണ്. ദെൻ അടുത്ത നവോത്ഥാന നായകനിലേക്ക് വരാം. വിദ്യയും വിത്തവും. അവിടെ നിങ്ങൾക്ക് ചട്ടമ്പി സ്വാമികളുടെ ഒരു പിക്ചറാണ്. സോ ആദ്യം നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ ഒരു ചെറിയൊരു പ്രൊഫൈൽ നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. PYQ ആണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. അപ്പോൾ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അപ്പോൾ ചട്ടമ്പി എന്ന പേര് വന്നത് ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ്. ദെൻ നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് വരാം. ജാതിമത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ കണ്ണൻമൂലയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. PYQ ആണ്. ദെൻ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അപ്പോൾ നേരത്തെ വൈകുണ്ഠ സ്വാമികളെ പറഞ്ഞ സമയത്തും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി അദ്ദേഹവും വാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ വരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം വൈകുണ്ഠ സ്വാമികൾ സമപന്തി ഭോജനം, ഇവിടെ മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ചു പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. രണ്ടും PSC ചോദിച്ചിട്ടുള്ളതാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതാണ് നമ്മുടെ ഹെഡിങ്, വിദ്യയും വിത്തവും എന്ന് പറഞ്ഞത്.
ജാതിമത ചിന്തകൾക്കതീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ. കൊല്ലം ജില്ലയിലെ പന്മന എന്ന പ്രദേശത്താണ് അദ്ദേഹം സമാധിയായത്. അതും PYQ ആണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ രണ്ട് കോട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളാരെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പോൾ മനുഷ്യർ ഒന്നാണ്, അവരുടെ ജാതിയും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ പരസ്പരം വിവാഹം കഴിക്കുന്നത് കൊണ്ടോ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു. ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചു വെച്ചു. അപ്പോൾ ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അതിൻ്റെ വർഷവും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയും. ഇപ്പോൾ SCERT ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഇതും PYQ ആണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രസ്താവന, ആ ഒരു സമ്മേളനം നടക്കുന്ന കവാടത്തിലാണ് ഈ ഒരു വാക്ക് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന ഗുരുവിൻ്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ ജാതി ഒന്നാണ്, എല്ലാ മനുഷ്യർക്കും ഒരു ജാതി മാത്രമാണുള്ളത്, അത് മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. വെറുതെ കുറേ ആശയങ്ങൾ മാത്രം പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരു ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരില്ല. അദ്ദേഹം നവോത്ഥാന നായകനാണ്, സർവമത സത്യവാദത്തിൻ്റെ ആളാണ്, സർവമത സമ്മേളനം നടത്തിയ ആളാണ്. ഇത്തരം കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ വരൂ. ഇതിന് പുറമെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ, വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകുന്നതിലെല്ലാം അദ്ദേഹം ഉത്സാഹം കണ്ടെത്തിയിരുന്നു. അതിനാളുകളെ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും എതിർത്ത ചില ദുരാചാരങ്ങളാണ് പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ 1903 അദ്ദേഹം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഒരുപാട് തവണ ചോദിച്ചതാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന പ്രദേശത്താണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളായിട്ട് നമ്മുടെ SCERT പറയുന്നത് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ഇത് മാത്രമല്ല, ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇത്ര പഠിക്കാം, ബാക്കി നമുക്ക് അഡീഷണൽ ഫാക്റ്റുകൾ പറയുന്ന സമയത്ത് പറയാം. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു.
ദെൻ വിദ്യാലയം, പ്രധാന ദേവാലയം. വിദ്യാലയമാണ് പ്രധാന ദേവാലയം എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രതിഷ്ഠകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ. ഇനി ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. അപ്പോൾ ഗുരുവിൻ്റെ അവസാനത്തെ പ്രതിഷ്ഠ എവിടെയാണെന്ന് ചോദിച്ചാൽ കളവൻകോടത്ത്, ആലപ്പുഴ ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. അപ്പോൾ ഗുരുവിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വാചകമാണ്. അടുത്തതായിട്ട് അയ്യങ്കാളിയിലേക്ക് നമുക്ക് വരാം. വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനം. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. അപ്പോൾ അധസ്ഥിതർക്ക് മാത്രമായിട്ട് 1904 അയ്യങ്കാളി ഒരു വിദ്യാലയം സ്ഥാപിക്കുകയുണ്ടായി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഇത് മുൻവർഷ ചോദ്യമാണ് കേട്ടോ. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. മുൻവർഷ ചോദ്യമാണ്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അപ്പോൾ സാധുജന പരിപാലന സംഘം എന്നത് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരിലാണ്, തിരുവനന്തപുരം ജില്ല. ദെൻ അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ പ്രസ്താവനയായിട്ട് ചോദിക്കാൻ പറ്റുന്ന സെന്റൻസുകളാണ് തന്നിട്ടുള്ളത്. സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓർത്തു വെക്കുക. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്. ദെൻ അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിക്കുകയുണ്ടായി. നേരത്തെ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെയും ഗാന്ധിജി പ്രകീർത്തിച്ചിട്ടുണ്ട്, ടാഗോർ പ്രകീർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ദെൻ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട ചില മുന്നേറ്റങ്ങളിലേക്ക് വരാം. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹിക വിലക്കുകളെ ലംഘിച്ചു. അപ്പോൾ വില്ലുവണ്ടി സമരം അല്ലെങ്കിൽ വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെയാണ് അദ്ദേഹം വില്ലുവണ്ടിയിലൂടെ യാത്ര ചെയ്തത്. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ദെൻ കല്ലുമാല സമരം അയ്യങ്കാളിയുടെ മറ്റൊരു മുന്നേറ്റമാണ്. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. അവർക്ക് എന്ത് ചെയ്യാൻ അവകാശമില്ല, സ്വർണ്ണമാല അല്ലെങ്കിൽ വെള്ളിമാല ധരിക്കാനുള്ള അവകാശമൊന്നും ഇല്ലായിരുന്നു. കീഴാഴ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. അപ്പം അത്രത്തോളം ആളുകൾക്ക്
കീഴ്ജാതിക്കാരായിട്ട് കരുതപ്പെടുന്ന ആളുകൾക്ക് അത്രത്തോളം ഒരു അവഗണനയായിരുന്നു ആ സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അടുത്ത നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മാറ്റങ്ങൾ തൂലികയിലൂടെ. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കമാണ് കേട്ടോ, വൈക്കമല്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവി. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞതും വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രയത്നിച്ചവരിൽ പ്രമുഖനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളാണ് താഴെ പറയുന്നത്. ഈ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞ് പോയിന്റ് ഇട്ട് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും PSC പ്രസ്താവനകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അത്രയേറെ ശ്രദ്ധയോടെ കേൾക്കുക. ഒന്ന്, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. അപ്പോൾ മൊത്തത്തിൽ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ശാസ്ത്രം, കല എന്നീ മേഖലകളിലെല്ലാം വലിയ പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ. കേട്ടോ, സംസ്കൃതം, പേർഷ്യൻ. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു. അപ്പോൾ മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അറിവിൻ്റെ വെളിച്ചം പകരാൻ മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി എന്ന പത്രവും അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ മുസ്ലിം, അൽ ഇസ്ലാം ഇത് രണ്ടും മാസികകളാണ്. സ്വദേശാഭിമാനി പത്രമാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച് നോക്കാം. വളരെ പ്രശസ്തമായിട്ടുള്ളതാണ് സ്വദേശാഭിമാനി പത്രം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയത്, നിരോധിച്ചത് 1910 പലതവണ ചോദിച്ച ചോദ്യമാണ്. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. അപ്പോൾ സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ സ്ഥാപകർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം ആ ഒരു പത്രം കണ്ടുകെട്ടിയതിനെ തുടർന്ന് പറഞ്ഞ ഒരു പദമാണ്, ഒരു വാക്കാണ്, എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിനോ. ഇതെല്ലാം PSC ചോദിച്ച ചോദ്യങ്ങളിൽ പെടുന്നതാണ്. ദെൻ പ്രതിഷേധം പാട്ടിലൂടെ. കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇത്തരം കവിതകൾ എഴുതിയിരിക്കുന്നത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ്. ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവിപേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. തിരുവല്ലയിലെ ഇരവിപേരൂർ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ പൊയ്കയിൽ
ശ്രീ കുമാരഗുരുദേവന്റെ മറ്റൊരു പേരാണ് പൊയ്കയിൽ അപ്പച്ചൻ. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പോൾ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ഇനി അദ്ദേഹത്തിൻ്റെ യുദ്ധവിരുദ്ധ ജാഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നിർത്തിവെച്ച് ലോക സമാധാനം നേടണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആ ഒരു സമരം നടത്തിയത്. പക്ഷേ അതൊരു ബ്രിട്ടീഷ് വിരുദ്ധ നീക്കമായി തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അപ്പോൾ വാഗ്ഭടാനന്ദൻ രൂപീകരിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും പ്രവർത്തിച്ചിരുന്നത്. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. ഓക്കെ അല്ലേ? ഇവിടെ ഒരു പട്ടിക പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കൾ വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഏതാണ്, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് ഏതാണ്, അയ്യങ്കാളി ഏതാണ് സ്ഥാപിച്ചത്, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചത് ഏതാണ്, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ചത് ഏതാണ്, വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത് ഏതാണ്, ഇതെല്ലാം നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞതാണ്. ഞാനിത് ഇവിടെ ഫില്ല് ചെയ്യാത്തതിന് കാരണം നിങ്ങളിതൊരു ആക്ടിവിറ്റി പോലെ ചെയ്യുക. അപ്പോഴാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. SCRT വായിച്ചു എന്നുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത് നിങ്ങൾ സ്വയം ചെയ്യണം. ഇതിൽ വലിയ റിസ്ക് എടുക്കാനൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ കഷ്ടതകളും അവശതകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുക്കപ്പെട്ടു. തൊഴിലെടുക്കുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സവർണരിൽ നിന്നാണ് ചൂഷണവും സാമൂഹിക വിവേചനവും അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ താഴെക്കിടയിലുള്ള അവർണരായി കണക്കിലാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് സവർണരിൽ നിന്ന് ചൂഷണം നേരിടേണ്ടി വരുന്നു. ഇനി സവർണരായ സ്ത്രീകൾ ആ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാതെ വീട്ടിനുള്ളിൽ ഒതുക്കപ്പെട്ടു. സ്ത്രീകൾ നേരിട്ട ഇത്തരം ചൂഷണങ്ങൾക്കും വിവേചനത്തിനും അസമത്വത്തിനുമെതിരായി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി. നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്ത ചാന്നാർ ലഹള സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. വൈകുണ്ഠസ്വാമികൾ അതിൽ ഒരു പ്രധാന സ്വാധീനമായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. ഇനി കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം ചോദിച്ചിട്ടുണ്ട്. തോൽവിറക് സമരം എവിടെയാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞക്കാമയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരം. അപ്പോൾ മേച്ചിൽ പുല്ല് സമരം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് നടന്നത്. ഇതെല്ലാം സ്ത്രീകൾ നയിച്ച സമരങ്ങളായിരുന്നു. ഇനി നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള VT ഭട്ടതിരിപ്പാട്
MR ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. VTയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി. അപ്പോൾ 2 പുസ്തകങ്ങളുടെ പേരും PSC ചോദിച്ചിട്ടുള്ളതാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് VT ഭട്ടതിരിപ്പാടാണ്. പ്രേംജി എഴുതിയ പുസ്തകമാണ് ഋതുമതി. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യാപള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മനിമംഗലം. ഇവരെ കുറിച്ചെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായും കൂലി കൂടുതൽ, വസ്ത്രധാരണം എന്നിവയ്ക്ക് വേണ്ടിയും പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും രൂപപ്പെട്ടു. ഇത് സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമായ ആധുനിക ജനാധിപത്യ കാഴ്ചപ്പാടിൻ്റെ രൂപീകരണത്തിന് സഹായകമായി. ദെൻ മിഷണറി പ്രവർത്തനങ്ങൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതായിരുന്നു. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും അവരുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. ഈ വിദ്യാഭ്യാസ മുന്നേറ്റം കേരളത്തിൽ സാമൂഹികമായ ഉണർവിന് പ്രചോദനമേകി. കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി, CMS ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിൽ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തനുണർവ് സൃഷ്ടിച്ച മറ്റു പരിഷ്കർത്താക്കളായിരുന്നു സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സനാഉള്ള സയ്യിദ് മഖദി തങ്ങൾ മുതലായവർ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ഇവർ ജനങ്ങളെ ബോധവൽക്കരിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം മാനവ മൈത്രി സന്ദേശം പ്രചരിപ്പിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ ആർജിച്ച പുരോഗതിയാണ് കേരളത്തിൻ്റെ പിൽക്കാല വളർച്ചയെ മുന്നോട്ട് നയിച്ചത്. ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. ഓരോ പോയിന്റും ശ്രദ്ധിച്ച് കേൾക്കുക. പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ച നീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഈ പോയിന്റുകളെല്ലാം കൃത്യമായിട്ടും ഓർത്ത് വെക്കുക. സോ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിൽ അനേകം ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു. ജാതി വ്യവസ്ഥയ്ക്കും വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ അനേകം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യങ്കാളി, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, മഖദി തങ്ങൾ, പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, VT ഭട്ടതിരിപ്പാട് മുതലായവർ കേരളത്തിൽ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. സോ ഇവിടെ പരാമർശിക്കപ്പെട്ട എല്ലാ ആളുകളെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCRT പാഠഭാഗത്ത് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, അല്ലാതെ SCRT ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പോയിന്റുകളായിട്ട് പഠിക്കും. സോ നമുക്ക് അടുത്തൊരു പാഠഭാഗമായിട്ട് തൊട്ടടുത്ത് തന്നെ കണ്ടുമുട്ടാം. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.